നമസ്കാരം. അമേരിക്കയും ഇറാനും സൈനിക ഏറ്റുമുട്ടലിന് റെഡിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രംപിനെതിരെ ഒരു മിസൈൽ പരീക്ഷിക്കുവാനും ഇറാൻ തയ്യാറാണ് എന്നുള്ളതാണ്. 12 ദിനങ്ങളടങ്ങുന്ന യുദ്ധത്തെക്കാൾ പഴയ രാജ്യത്തെക്കാൾ ഒട്ടേറെ സജ്ജമായിരിക്കുന്നു ഇന്ന് ഇറാൻ എന്നുള്ളതാണ്. കാരണം മിസൈൽ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇറാൻ. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അവരുടെ ഇറാന്റെ ശേഷി എത്രയാണ് എന്ന് തിരിച്ചറിയിച്ചു കൊടുക്കുകയാണ് ഇറാന്റെ സൈനിക മേധാവികളടക്കം. മിസൈൽ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചതായിട്ടും രാജ്യം പ്രതിരോധ രംഗത്ത് കൂടുതൽ ആർജിച്ചതായിട്ടും തന്നെയാണ് ഇറാൻ പ്രതിരോധ വക്താവ് അടക്കം അറിയിക്കുന്നത്. കാരണം അമേരിക്ക അടക്കം ഉയർത്തുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ ഒരുങ്ങിയിരുന്നോളൂ, നിങ്ങൾക്കെതിരെ യുദ്ധം വരുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളെ വളഞ്ഞുകൊണ്ടുള്ള അമേരിക്കൻ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ എത്തിയിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനെതിരെ അത്തരത്തിലുള്ള ആയുധ വർഷം നടത്താം, മിസൈൽ പരീക്ഷണം നടത്താം, ബോംബ് വർഷം നടത്താം എന്നുള്ള തരത്തിലേക്കുള്ള ഭീഷണി സ്വരങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുവാൻ ഇറാൻ തയ്യാറാകുന്നത് ഇവിടെയാണ്. മിസൈൽ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളെന്നും, രാജ്യം പഴയ ഇറാൻ അല്ല എന്നും, രാജ്യം പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്താർജിച്ചു കഴിഞ്ഞു എന്നും, വേണമെങ്കിൽ പരീക്ഷണങ്ങളാകാമെന്നുമുള്ള വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ്. അതുകൊണ്ട് അമേരിക്ക കരുതിയിരിക്കുക. ഏത് നിമിഷമാണോ ആക്രമണം ഉണ്ടാകുന്ന അടുത്ത നിമിഷം അമേരിക്കയുടെ പല ഭാഗങ്ങളിലും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇല്ലാതെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുന്ന മിസൈലുകൾ പതിച്ചു വീഴും, തീഗോളങ്ങൾ ഉണ്ടാകും, ആകാശത്തടക്കം ബോംബ് വർഷം നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഇറാൻ നടത്താൻ പോകുന്നത്. അമേരിക്ക അടക്കം ഉയർത്തുന്ന ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പ് എന്നുള്ളത് മറന്നു പോകുന്നത്. നേരത്തെ നടന്ന 12 ദിന യുദ്ധത്തിന്റെ സാഹചര്യത്തെക്കാൾ മികച്ച നിലയിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ സൈനിക സജ്ജീകരണങ്ങൾ എന്ന് ഇറാൻ പ്രതിരോധ വക്താവ് പ്രതികരിക്കുകയാണ്. പ്രാദേശികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുവാൻ ഇറാൻ എന്ന് പറയപ്പെടുന്നത് സമ്പൂർണ്ണമായിട്ട് സജ്ജമാണ് എന്നുള്ള സൂചനയാണ് ഈ പ്രസ്താവനയിലൂടെ നൽകുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യയിലും പ്രഹരശേഷിയിലും കൈവരിച്ച പുരോഗതി എന്ന് പറയപ്പെടുന്നത് മധ്യപൂർവേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഇവിടെ US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായേക്കും എന്നുള്ള രീതിയിലുള്ള ഭീതി എല്ലായിടത്തും ഉണ്ടാകുന്നു. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലേക്ക് അതിന്റെ സൂചനകളാണ്. അതുകൊണ്ട് തന്നെ വിമാന സർവീസുകൾ അടക്കം അവിടെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. പ്രമുഖ അന്താരാഷ്ട്ര എയർലൈനുകൾ, എയർ ഫ്രാൻസ്, ഡച്ച് വിമാന കമ്പനിയായിട്ടുള്ള KLM, ലുഫ്താൻസ എന്നിവയൊക്കെ സർവീസുകൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്ന കമ്പനികളാണ് ഇപ്പോൾ. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അത് ശക്തമായതോടുകൂടിയാണ് ദുബായ്, റിയാദ്, ടെൽ അവീവ്, ദമാം തുടങ്ങിയിട്ടുള്ള പ്രമുഖ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നത്. ഇതൊക്കെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇറാന്റെ തീരങ്ങളിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ദുബായിലേക്കൊക്കെ ഉള്ള സർവീസുകളൊക്കെ താൽക്കാലികമായിട്ട് എയർ ഫ്രാൻസ് നിർത്തിവെച്ചിരിക്കുകയാണ്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമേ ഇനി വിമാനയാത്രകൾ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ റദ്ദ് ചെയ്ത വിമാനങ്ങൾ ആരംഭിക്കണമെങ്കിൽ യുദ്ധഗതി എന്താണ് എന്ന് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും. ഒപ്പം തന്നെ KLM, ദുബായ്, റിയാദ്, ദമാം, ടെൽ അവീവ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ അടക്കം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇറാൻ ഇറാഖ് വിമാനപാതകൾ അടക്കം ഒഴിവാക്കാൻ കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ ലുഫ്താൻസ ചെയ്തിരിക്കുന്നത് ഇറാൻ വിമാനപാത ഒഴിവാക്കി പകൽ സമയത്ത് മാത്രമാണ് വിമാന സർവീസുകൾ ഇപ്പോൾ നടത്തുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കലാപം, ഒരു ആക്രമണം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള സൂചനകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്നത്. കാരണം വിമാനങ്ങൾ റദ്ദ് ചെയ്യുക, വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുക എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുന്നത്. ഇപ്പൊ തന്നെ യുണൈറ്റഡ് എയർലൈൻസ് ആണെങ്കിൽ എയർ കാനഡ, ടെൽ അവീവിലേക്കൊക്കെ ഉള്ള വിമാനങ്ങൾ അടക്കം റദ്ദാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിനെയൊക്കെ വല്ലാതെ ബാധിക്കും. ഖത്തറിനെയും ഒമാനെയും സൗദിയെയും ഒക്കെ ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ബാധിക്കുന്ന രാജ്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലും ഈ പറയുന്ന ഒമാനും ഖത്തറും സൗദിയും ഒക്കെയാണ്. ഇവിടങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ബോംബ് വർഷം അവർ നടത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഈ നിമിഷങ്ങളിൽ പോലും യുദ്ധത്തിന്റെ സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ബോംബ് വർഷം നടത്താൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ വ്യോമതാവളങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക. ഒപ്പം തന്നെ യുദ്ധക്കപ്പലുകൾ പല തീരങ്ങളിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് ആരംഭിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്തോ പസഫിക് സമുദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കപ്പെട്ട് ഇറാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന യുദ്ധക്കപ്പലുകൾ അടക്കം അവയിൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും ഉയർന്നു പൊങ്ങിയേക്കാവുന്ന മിസൈലുകൾ അത് ലക്ഷ്യസ്ഥാനത്തിലേക്ക്, ഇറാന്റെ ഹൃദയഭാഗങ്ങളിലേക്ക് പതിക്കുവാൻ പോകുന്ന തരത്തിലേക്കുള്ളവ എപ്പോൾ വേണമെങ്കിലും പതിക്കാവുന്ന തരത്തിലേക്ക്. അങ്ങനെ ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ടുള്ള US-ന്റെ സൈനിക നീക്കം, ഈ സൈനിക നീക്കം എന്ന് പറയപ്പെടുന്ന ഇറാനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയും
മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്ന അമേരിക്കയോട് നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറയുന്നു. ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വൻ യുദ്ധക്കപ്പലുകൾ, പിന്നെ അതുപോലുള്ള യുദ്ധക്കപ്പലുകളുടെ ഒരു വ്യൂഹം തന്നെ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുന്നുണ്ട്. ഈ പേർഷ്യൻ ഗൾഫ് മേഖലകളിലേക്ക് എത്തപ്പെടുന്ന യുദ്ധക്കപ്പലുകൾ എന്ന് പറയപ്പെടുന്ന ഏത് നിമിഷം വേണമെങ്കിലും അതിൽ നിന്ന് ഉയരാവുന്ന മിസൈലുകളുണ്ട്. അപ്പോൾ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള വരവ് എന്ന് പറയപ്പെടുന്ന ഇറാനെ പ്രകോപിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ഇടപെടലുകൾ ഈ മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ നടത്താൻ പോകുന്നത് ഇനി മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ ട്രംപിനെതിരെ മിസൈൽ പരീക്ഷണം നടത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ട്രംപിനെതിരെ എന്ന് പറഞ്ഞാൽ ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു ഏറ്റുമുട്ടൽ അത് ബാധിക്കുന്നത് അമേരിക്കയെ മാത്രമല്ല, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു കഴിയുമ്പോൾ സത്യത്തിൽ അത് ബാധിക്കാൻ പോകുന്നത് ഇസ്രായേലിനെയാണ്, ഖത്തറിനെയാണ്, ഒമാനെയാണ്, സൗദിയാണ്, ഇതുപോലുള്ള ഗൾഫ് രാജ്യങ്ങളടക്കമാണ് അത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ 4 രാജ്യങ്ങളും വളരെ കൃത്യമായി, മാത്രമല്ല തുർക്കിയും അത് ബാധിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അമേരിക്കയോട് സന്ധി സംഭാഷണത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും കപ്പൽ എന്ന് പറയപ്പെടുന്ന യുദ്ധക്കപ്പലുകൾ എന്ന് പറയപ്പെടുന്ന ഗൾഫ് മേഖലകളെ ലക്ഷ്യമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ നിമിഷങ്ങൾ മാത്രമായിരിക്കും ഇനി ഉണ്ടായിരിക്കുക ഒരു യുദ്ധം ആരംഭിക്കുന്നതിന്. പക്ഷെ ആ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ തകർത്തെറിയപ്പെടുന്നത് ചിലപ്പോൾ ഇറാനെ ആയിരിക്കില്ല. ഇറാനെ സഹായിക്കാൻ എത്തുന്ന റഷ്യ അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് അമേരിക്കയായിരിക്കും തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ തർക്കമില്ല എന്ന് പറയേണ്ടിയിരിക്കും.